വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എഴുതിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന അലക്കിടലായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് റൈറ്റിംഗ് ജോബുകളുണ്ട്. എന്താണ് കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട്, ആർട്ടിക്കൽ റൈറ്റിംഗ് ഉണ്ട്, ടെക്നിക്കൽ റൈറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് റൈറ്റിംഗ് ജോബുകൾ മാത്രം എന്ന് വെച്ചാൽ റൈറ്റിംഗ് ജോബ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള നല്ല കിടലിനായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വെബ്സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, എങ്ങനെ സൈനപ്പ് ചെയ്യണം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, സൈനപ്പ് ചെയ്യാവുള്ളൂ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് റൈറ്റിംഗ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടലായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ textroyal.com എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഇവിടെ കാണാൻ സാധിക്കുക. കേട്ടോ, ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടുത്തെ നോക്കിയാൽ മതി, ഒരു ഓറഞ്ചും ബ്ലാക്കും കൂടി എഴുതിയിട്ടുള്ള ഒരു അക്ഷരമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ റൈറ്റിംഗ് ജോബ് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, എത്ര രൂപ നമുക്ക് ഈ ക്യാഷ് കിട്ടും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മേക്ക് മണി ത്രൂ ഫ്രീലാൻസ് റൈറ്റിംഗ് ജോബ് വിത്ത് ടെക്സ്റ്റ്രോയൽ. അപ്പം ടെക്സ്റ്റ്രോയൽ നമ്മൾ ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്ത് ജോബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, റൈറ്റിംഗ് ജോബാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ അവർ ആദ്യമേ തന്നെ പറയുന്നത് ഏൺ അപ്പ് ടു 0.03 പെർ വേർഡ്സ്. കണ്ടോ, ഒരു വേർഡ്സിന് അവർ എത്ര രൂപ നമുക്ക് തരുന്നുണ്ട്, 0.03 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവർ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം എത്രയാണ്, 24 മണിക്കൂർ നമുക്ക് എന്തുണ്ട്, ടാസ്ക് അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വേർഡ്സിനും നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സൈനപ്പ് പ്രൊസീജിയറാണ്. ക്യാഷ് പേയ്മെൻ്റ് ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെൻറ്റോ ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ടോട്ടലി ഫ്രീ ആയിട്ടുള്ളൊരു സൈറ്റാണ്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ വീക്കിലി പേ ഔട്ട്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആഴ്ചയിൽ ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. എത്രയാണ്, യു ഹാവ് ഏൺഡ് $10 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. ഫിക്സ് ടൈം, നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമെന്നൊരു ടൈം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൺഡ്രഡ്സ് ഫോർ ചോയ്സ്, നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. റൈറ്റിംഗ് ജോബിന് തന്നെ പല ടൈപ്പിലുള്ള റൈറ്റിംഗ് ജോബ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏത് ജോബ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഏതൊക്കെ ജോബാണ് ഇതിൽ അവൈലബിൾ എന്നുള്ളത്. കണ്ടന്റ് റൈറ്റിംഗ് ജോബുണ്ട്, കോപ്പി റൈറ്റിംഗ് ജോബുണ്ട്, ടെക്നിക്കൽ റൈറ്റർ ജോബുണ്ട്, ആർട്ടിക്കൽ റൈറ്റിംഗ് ജോബ്, അങ്ങനെ ഒരുപാട് ഇത് ഇങ്ങോട്ട് നോക്കി അറിയാൻ പറ്റും. ഒരുപാട് റൈറ്റിംഗ് ജോബുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇവിടെ വെബ്സൈറ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ നൗ എന്നുള്ള ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് ഇമെയിൽ ID പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സൈനപ്പ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ സൈനപ്പ് ഓപ്ഷൻ കൊടുക്കുക. അവിടെ നമുക്ക് ഇമെയിൽ IDയും പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ഐ ആം റോബർട്ട് എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യാം. സൈനപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത് പോവുക ഒരു ടെസ്റ്റിലേക്കായിരിക്കും. റൈറ്റിംഗ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കാണും. ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ടെസ്റ്റ് ഏത് ഫോർമാറ്റിലാണ് വരുന്നതെന്നുള്ളത്. ടെസ്റ്റിൻ്റെ ഫോർമാറ്റ് വന്നിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെ നമുക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണ്. അതിന് അവർ ഓപ്ഷൻ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇനി ടെസ്റ്റ് പാസ്സായില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടാമതും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സാകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ വേറൊരു ഫോണ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൂഗിളിൽ. അപ്പോൾ ഗൂഗിളിൽ നിന്ന് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പാസ്സായി കിട്ടുന്നതാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ നിങ്ങൾ പാസ്സായോ ഇല്ലോ എന്ന് അറിയാൻ പറ്റും. പാസ്സായെങ്കിൽ അവർ പച്ച ലൈനിൽ സക്സസ്ഫുൾ എന്നും കാണിക്കും, ഇല്ലെങ്കിൽ റെഡ് ലൈനിൽ അൺസക്സസ്ഫുൾ എന്നും കാണിക്കുന്നതാണ്.
പിന്നെ നിങ്ങൾ ക്യാഷ് ചെയ്ത പൈസയുടെ ഡീറ്റെയിൽസും എത്ര രൂപ ഏണിങ്സ് ചെയ്തു എന്നറിയണമെങ്കിൽ നിങ്ങളിത് ഇവിടെ ഈ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ ബാലൻസിൻ്റേത് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ബാലൻസ് 0 ഉള്ളൂ. ഞാൻ വർക്കൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ ക്യാഷ് എത്ര രൂപയുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു സൈറ്റാണ്. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.